ഹലോ മക്കൾസ്, സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു കിങ്ങിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഞാൻ. കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിൽ അതെ, കേരളത്തിലെ കെമിസ്ട്രിയുടെ രാജാവ് അതെ റിജു സാർ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ സാധ്യത കുറവായിരിക്കും. എന്നാൽ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോട്, നിങ്ങളുടെ കസിൻ ആയിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്രാവശ്യം +2 കഴിഞ്ഞ ഏതെങ്കിലും വിദ്യാർത്ഥികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ഒരു റിജു സാറിന് അറിയുമെന്ന്. അപ്പൊ അവർക്ക് 100 നാവായിരിക്കും ആ റിജു സാറിനെ പറ്റിയിട്ട്. കാരണം ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറും ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിപ്പിക്കലല്ല. ക്ലാസ് കേട്ടിരിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഏതൊരു അധ്യാപകനും ഒരു ഇൻട്രോ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു സിനിമയാണെങ്കിൽ പോലും ആ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ അടിപൊളിയാണെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ആ സിനിമയിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് ഈ സാറിന്റെ അത്രത്തോളം ഒരു ഇൻട്രോ വരുന്ന ഒരു വ്യക്തിയില്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആദ്യ സെക്കൻഡുകൾ അല്ലെങ്കിൽ ആദ്യ മിനിറ്റ് എങ്ങനെ നിങ്ങളെ വളരെ വൈബാക്കി എടുക്കാമെന്ന് ആ റിജു സാറിന് അറിയാം. അതുപോലെ തന്നെ അതോടുകൂടി തീർന്നു. അദ്ദേഹത്തിനെ വെറുതെ കിങ് എന്ന് വിളിക്കോ? ഒരൊറ്റ സവിശേഷത ഉണ്ടെങ്കിൽ ആ റിജു സാറിനെ നമ്മൾ കിങ് എന്നുള്ള പേര് കൊടുക്കാൻ പറ്റോ? എന്ന മാജിക് ഉണ്ട്. ക്ലാസ്സിൽ തന്നെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. എല്ലാ കഴിവ് കൂടി ഒരു വ്യക്തിക്ക് വാരിക്കോരി കൊടുക്കുക. എന്നാൽ ക്ലാസ് ആണെങ്കിലോ മാസ്മരികം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാൻ വഴിയുണ്ടായിരിക്കില്ല, നിങ്ങൾ ആ സാറിനെ നാളെ കാണാൻ പോവാൻ. നിങ്ങൾ ബുധനാഴ്ച കൃത്യം 7:00 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജു സാറിന്റെ മാസ് ഇൻട്രോ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആരാണ് റിജു സാർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരോടെങ്കിലും, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഏതെങ്കിലും കസിൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ റിജു സാറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വാക്കുകൾക്ക് അവർക്ക് അവസാനം ഉണ്ടാവില്ല. അവസാനം നിങ്ങൾ മതി കേട്ടത് ഞങ്ങൾ ഇനി ക്ലാസ് കണ്ടോളാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ നമുക്കറിയാം, ഒരു രാജാവിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളും വേണ്ടി വരും, അല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ എല്ലാ ലൈവിലും കൊടുക്കുന്ന പോലെ തന്നെ രാജാവും കൂടി വരുന്നല്ലേ. രാജാവിന്റെ ലൈവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്താണത്? മൊബൈൽ ഫോൺ. നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ഗിവ് അവേ തരാൻ പോവാണ്. അപ്പൊ ആ ഗിവ് അവേ നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ ക്ലാസ് വീഡിയോയിലൂടെ പറഞ്ഞ കാര്യം തന്നെയാണ്, മൊബൈൽ ഫോൺ. അപ്പൊ നിങ്ങൾ കിട്ടാൻ വേണ്ടി ഈ ഒരു ഗിവ് അവേയിൽ വിന്നർ ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യം തന്നെയാണ്. നിങ്ങൾ പല ഇൻസ്റ്റഗ്രാമിൽ പേജിൽ കാണുന്ന പോലെ ഇത്ര ആളുകളെ ഫോളോ ചെയ്യൂ, അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതെ, ഈ ഒരു ലൈവിന്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക. എങ്ങനെയായാലും ഇപ്പൊ ചുരുങ്ങിയത് എന്തായാലും ഒരു 200-300, ഇന്റതൊക്കെ ഏകദേശം ഒരു 900 ആളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്ര ആണെങ്കിലും ചുരുങ്ങിയത് 100 കാണും. പക്ഷെ എന്നാലും അഥവാ ചില കുട്ടികൾക്ക് എങ്ങാനും 100 സാറേ ഞങ്ങൾ 60 എത്തിയിട്ടുള്ളൂ, 70 എത്തിയിട്ടുള്ളൂ, അത്രേ കണ്ടിട്ടുണ്ടാവുള്ളൂ സ്റ്റാറ്റസ് വ്യൂസ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് 50+ വ്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. 50ന്റെ മേലെ, അല്ലെങ്കിൽ 50ന്റെ മേലൊക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് വ്യൂസ് ഉണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല, നമ്മുടെ ഗൂഗിൾ ഫോം ഉണ്ടാവും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണ്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് ആ ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കുക. അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറാൻ എന്ത് ചെയ്യേണ്ടത്? നിലവിൽ ആരെങ്കിലും കയറാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് താഴെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും. അതിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ 50+ വ്യൂസ് എന്നുള്ള സ്ക്രീൻഷോട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം. എന്നിട്ട് നിങ്ങൾ നാളത്തെ ലൈവിൽ 7:00 നിങ്ങൾ വന്നാൽ മതി. നാളത്തെ ലൈവ് എന്ന് വെച്ചാൽ ബുധനാഴ്ച കൃത്യം 7:00 ലൈവിൽ വന്നാൽ ആ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് നമ്മളൊരു വിന്നറെ കണ്ടെത്താൻ വേണ്ടി ഒരു വീൽ ഇങ്ങനെ കറക്കാറില്ലേ? നിങ്ങൾ ആരൊക്കെയാണോ ഇതിൽ അപ്ലോഡ് ചെയ്തത് അവരുടെ എല്ലാവരുടെയും പേരുണ്ടായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു വിന്നറെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അവാർഡ് ഫോർ ബെസ്റ്റ് കമന്റ്, അതോടുകൂടി മൊബൈൽ ഫോണോടുകൂടി എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ അവാർഡുകൾ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗിഫ്റ്റുകൾ കഴിഞ്ഞിട്ടില്ല, നമ്മൾ വാരിക്കോരി കൊടുക്കാൻ പോവാണ്. ഇതൊരു ദിവസം മാത്രമാണോ? അല്ലടാ, ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു സംഭവം ഉണ്ട്. മൊബൈൽ ഫോൺ ഓൾറെഡി ഉണ്ട്. നമ്മൾ അതാത് ദിവസത്തെ ലൈവ് നമ്മൾ എന്ത് ചെയ്താൽ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെ? സ്റ്റാറ്റസ് വ്യൂസ് 50 ആയി കഴിഞ്ഞാൽ. എന്നാൽ മറ്റൊരു കാര്യമാണ്, നമ്മൾ ആ ലൈവ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ റിജു സാറിന്റെ ലൈവ് നാളത്തെ ബുധനാഴ്ചത്തെ ലൈവ് കഴിഞ്ഞ് നമ്മൾ പോകും. പിന്നെ ആ വീഡിയോ അവിടെ യൂട്യൂബിൽ തന്നെ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് എജുപോർട്ടിനെ മെൻഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതാത് ടീച്ചേഴ്സിനെ മെൻഷൻ ചെയ്തിട്ട് കുറച്ച് കമന്റ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കമന്റ് ഇടാം. ഒരാൾക്ക് ഒരു കമന്റ് എന്നൊന്നുമില്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ഇടാം. ആ കമന്റിൽ നിന്നും നമ്മൾ ഒരു കമന്റിനെ സെലക്ട് ചെയ്യും. അതും ഇതേപോലെ തന്നെ, അത് ഒരു കമന്റിനല്ല സെലക്ട് ചെയ്യുന്നത്, 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. 5 പേർക്ക് ക്യാഷ് പ്രൈസ്.
അവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, മൊബൈൽ ഫോണ്, ക്യാഷ് പ്രൈസ്, എന്തൊക്കെയാണടാ. ഇനി ഇതിനിടയിൽ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റുകൾ വേറെയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അറിയാതെ പോയതിന്റെ പേരിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നഷ്ടമാവരുത്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെ ആ ഒരു ഭാഗ്യവാന് അല്ലെങ്കിൽ ഭാഗ്യവതികളെ നിങ്ങൾ അയക്കാം ഉറപ്പായിട്ടും. അപ്പൊ നോക്കാം മക്കളെ, ആരാണ് ഈ റിജു സാർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. ആരാണ് ഈ റിജു സാർ? അപ്പൊ നാളത്തെ ലൈവിന് കൃത്യം 7:00, ബുധനാഴ്ച കൃത്യം 7:00 ലൈവിൽ വരാ. എന്തായാലും അടിച്ചു പൊളിക്കുക. മൊബൈലും അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് പ്രൈസും അങ്ങോട്ട് വാങ്ങി പോകാൻ നോക്കാം. അപ്പൊ സെറ്റല്ല മക്കളെ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതാതുപോലെ ചെയ്യാം. നിങ്ങളിൽ ഒരുവൻ ആ ഭാഗ്യവാനായിരിക്കും. ഓക്കെ, ബൈ ബൈ.